നമ്മുടെ ബോഗൺവില്ല അഥവാ കടലാസ് പൂവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് അത് 3ആയിട്ട് മടക്കി കൊടുത്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ 3 പെറ്റൽസ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു പൂവുണ്ടല്ലോ അത് വെക്കാനായിട്ട് വൈറ്റ് കളർ A4 ഷീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അറ്റഭാഗത്ത് ചെറിയ ചെറിയ പെറ്റൽസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ആ സൈഡ് വെച്ചൊന്ന് റോളിൽ ഒട്ടിച്ച് 3 പെറ്റൽസ് വരുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് നമ്മളൊരു ഫ്ലോറൽ വയർ വേണം. എന്നിട്ട് അതിൻ്റെ അഗ്രഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് അതിന് പശ തേച്ച് നമ്മളിപ്പോൾ ചുരുട്ടി വെച്ച ആ ഒരു A4 ഷീറ്റിൻ്റെ പേപ്പറുള്ള അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴോട്ടൊന്ന് ഒട്ടിച്ച് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പെറ്റലിനെടുത്ത കളർ തന്നെ ഒരു ഇച്ചിരി ലെങ്തിൽ ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ പുറത്തൊന്ന് ചുറ്റി താഴെ ആ ഫ്ലോറൽ വയർ തീരുന്നിടം വരെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ 2 ഫ്ലവർ ഉണ്ടാക്കിയിരുന്നല്ലോ, ആ 2 ഫ്ലവറിൽ ഒരെണ്ണത്തിന് കമ്പി വെച്ച് ഒരെണ്ണത്തിന് കമ്പി വെക്കാതെ ആ അടിവശം ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ബാക്കി വരുന്ന ക്രീപ്പ് പേപ്പർ അതിൻ്റെ ചുവട് വശത്ത് ഇതുപോലെ ഒന്ന് വീണ്ടും ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രീപ്പ് പേപ്പർ തന്നെ ഒന്ന് ഒരു അറ്റഭാഗം കുറച്ച് ചുരുട്ടി എടുത്തിട്ട് അതൊന്ന് തിരിച്ച് അകത്തേക്ക് മടക്കി വീണ്ടും ഒന്ന് ചുരുട്ടി കൊടുക്കും, ഒരു മൊട്ട് പോലെ കിട്ടും. അങ്ങനെ നമ്മൾ 3 കുഞ്ഞു പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇതും കൂടെ സെറ്റാക്കി ഇടും. എന്നിട്ട് നമ്മുടെ ഈ പെറ്റൽസിൻ്റെ നടുഭാഗത്തായിട്ട് ഒരിത്തിരി പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ വലിയ പെറ്റൽസിൻ്റെ സൈഡിൽ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴോട്ട് ഒത്തിരി പശ തേച്ചിട്ട് സൈഡ് വശത്ത് മാത്രമേ പശ തേക്കുള്ളൂ. എന്നിട്ട് ഒരു പെറ്റൽ എടുത്തിട്ട് മുഖാമുഖം നിൽക്കുന്ന രീതിയിലൊന്ന് സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. അടുത്തതിൻ്റെ സൈഡിൽ നിന്ന് പെറ്റൽസ് എടുത്തിട്ട് മറ്റേതും കൂടെ 3ആമത്തെ നമ്മുടെ പെറ്റലും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ താഴ്വശത്ത് ഫ്ലോറൽ ടേപ്പ് ഉണ്ടല്ലോ, ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അങ്ങനെ ചുറ്റി കൊടുത്ത ശേഷം നമ്മുടെ പെറ്റൽസ് എല്ലാം ഒന്ന് വിടർത്തിയും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. ലീഫിന് ഞാനിതുപോലെ തന്നെ വൈറ്റ് പേപ്പറിൽ ഞാൻ അതിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കുറച്ച് പെറ്റൽസ് ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി കട്ടിയുള്ള കമ്പി എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് വശത്ത് ഒരു ഫ്ലവർ വെച്ച് നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് വെച്ചൊന്ന് ചുറ്റി വീണ്ടും ഒരു ലീഫ് വെച്ചിട്ട് കുറച്ച് ഫ്ലോറൽ ടൈപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുത്ത് വീണ്ടും ഫ്ലവർ വെച്ച് വീണ്ടും ഒരു ലീഫ് വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് മുതൽ താഴോട്ട് ഒരു 2 അല്ലെങ്കിൽ 3 ഫ്ലവർ വെച്ചിട്ട് ഒരു ലീഫ്, പിന്നെ 2 അല്ലെങ്കിൽ 3 ഫ്ലവർ വെച്ചിട്ട് ലീഫ്, അങ്ങനെ താഴെ വരെ പോവുക. താഴെ വശത്ത് 2 3 പൂവും ഒരു ലീഫും കൂടെ ഒന്നിച്ച് വെച്ചൊന്ന് ചുറ്റിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലാസ് പൂ ഇവിടെ റെഡിയായി. എന്നിട്ടൊന്ന് വിടർത്തിയും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടേക്കണേ. അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.